ഒന്ന് രണ്ടാഴ്ച മുമ്പേ ഞാൻ എൻ്റെ മക്കളെ സ്കൂളിൽ കൊണ്ടുവിടുമായിരുന്നു. അപ്പം എൻ്റെ ഇളയ 2 പിള്ളേരെ ഞാൻ നടന്നാണ് കൊണ്ടുവിടുന്നത്. മൂത്ത ആളെ ഹൈസ്കൂളിൽ വിട്ടിട്ട് അവിടുന്ന് ഒരു 10-20 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് നടന്നിട്ട് കൊണ്ടുവിടുക ചെയ്യും. അപ്പം ഈയിടെ അടുത്ത ദിവസങ്ങളിൽ ഒരു ദിവസം ഏറ്റവും ഇളയ ആൾ പറഞ്ഞു നമുക്കിന്ന് കുറച്ചുകൂടെ ലോങ് വാക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വേറെ എടുത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നടന്നു. ലോങ് വാക്ക് നടക്കുക. അപ്പം ഞാനൊരു 10-20 മിനിറ്റ് എടുത്ത് നടന്നു, കൊണ്ടുവിട്ടു, തിരിച്ചു വന്നപ്പോൾ എൻ്റെ കാർ കാണുന്നില്ല. ഞാൻ കുറച്ച് സെക്കൻഡ്സ് എങ്കിലും ഞാനൊന്ന് പാനിക്ഡായി. കാർ പാർക്ക് ചെയ്തിട്ട് കാണുന്നില്ല. പെട്ടെന്ന് ഞാൻ ഓർത്തത്, ഞാൻ എന്നും വരുന്ന വഴി തന്നെ ഞാൻ വന്നതാണ്, എന്നും പാർക്ക് ചെയ്യുന്നിടത്ത് കാർ നോക്കിയതാണ്, അവിടെ കാർ കണ്ടില്ല. ഞാൻ ശരിക്കും കാർ പാർക്ക് ചെയ്തത് 1-2 സ്ട്രീറ്റ്സ് അപ്പുറമാണ്. ഞാൻ ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടായത്? അത് ടോട്ടലി ഒരു ലൈ ആണ്, കാറ് കാണുന്നില്ല എന്നുള്ളത്. അത് സത്യമായിട്ട് യാതൊരു ബന്ധമില്ല. എന്നിട്ട് പോലും ഞാനതിന് റിയാക്ട് ചെയ്തു. കാര്യം എൻ്റെ സബ്-കോൺഷ്യസ് മൈൻഡിന് ഞാൻ എന്ത് ബിലീവ് ചെയ്യുന്നു, എന്ത് ഞാൻ റിസീവ് ചെയ്യുന്നു, അതിന് അറിയത്തില്ല അത് സത്യമാണോ കള്ളമാണോ എന്ന് അതിനറിയത്തില്ല. അത് റിയാക്ട് ചെയ്യും. അതെൻ്റെ വേർഡ്സിനെ എഫക്റ്റ് ചെയ്യും, എൻ്റെ ആക്ഷൻസിനെ എഫക്റ്റ് ചെയ്യും, എൻ്റെ ഫുൾ ബോഡിയെ, ഫുൾ പെർഫോമൻസ് എല്ലാത്തിനെയും അത് എഫക്റ്റ് ചെയ്യും അല്ലേ? പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു സാറ്, പുള്ളി എപ്പോഴും ഒരു കുടയും കൊണ്ടാണ് ക്ലാസ്സിൽ വരുന്നത്. എപ്പോഴും ഒരു കുട കൊണ്ടുവന്നിട്ട് ആ ക്ലാസ്സിൻ്റെ മൂലയ്ക്ക് കൊണ്ട് കുട വെക്കും. എന്നിട്ട് പുള്ളി നടുക്കുവാൻ നിന്നാണ് എപ്പോഴും പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ ഒരു ദിവസം ഈ സാറ് വന്നു, കുട കൊണ്ട് നടുക്ക് വെച്ചു, പുള്ളി പോയി മൂലയ്ക്ക് നിന്നു. ആബ്സെന്റ് മൈൻഡ്. വേറെ എൻ്റെ ഒരു സാറുണ്ട്, പുള്ളി വളരെ ബ്രില്യൻ്റ് ആയി. എനിക്കൊന്ന് CS ICW ഇതെല്ലാം പാസ്സായി, വളരെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള, വളരെ സീനിയർ ലെവലിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൊരു സാർ. ഇപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ ട്യൂഷന് പോകുന്നുണ്ട്. അത് പുള്ളി റിട്ടയർ ആയി കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുമായിരുന്നു. പുള്ളിയെ ഒരിക്കൽ കോടതിയിൽ എന്തോ ഒരു ആവശ്യത്തിന് വിളിച്ചപ്പോൾ പുള്ളിയുടെ വീട്ടിലെ അഡ്രസ്സ് ചോദിച്ചിട്ട് പുള്ളിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പുള്ളി അന്ന് രാവിലെ ആ വീട്ടിൽ നിന്ന് വന്നതാണ്, എന്നിട്ട് പോലും പുള്ളി മറന്നുപോയി. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് വളരെ രസമാണ് അല്ലേ? നമുക്ക് ചില കാര്യങ്ങൾ മാത്രമേ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ ലൈഫിനെ ലീഡ് ചെയ്യുന്നുമുണ്ട്. നല്ലതായിരിക്കാം, ചീത്തയായിരിക്കാം. പണ്ട് ഞാൻ ചില സീനിയർ ലെവൽ പൊസിഷൻസ് ഞാൻ അഡ്വർടൈസ് ചെയ്യുമ്പോൾ എനിക്ക് 3 ടൈപ്പ് ആൾക്കാരുടെ റെസ്പോൺസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ ഞാൻ മിക്കവാറും മിഡിൽ ഈസ്റ്റിലേക്കാണ്, സൗദി, അങ്ങനെ ദുബായ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് റിക്രൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ പൊതുവെ ആൾക്കാരുടെ അറിവെന്ന് പറയുന്നത് മീഡിയയിൽ നിന്നുള്ള അറിവ്. അപ്പോൾ അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ട്. അങ്ങനെ ചിന്തിച്ച് അവർ അതിന് റെസ്പോണ്ട് ചെയ്യത്തുമില്ല. മാത്രമല്ല, വേറെ ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും കൂടെ അവർ റെസ്പോണ്ട് ചെയ്യാൻ സമ്മതിക്കുക. ഇപ്പോൾ ഫാമിലിയിൽ തന്നെ ഇപ്പോൾ ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ളവരെ സമ്മതിക്കുകയാണ്. എന്നാൽ വേറൊരു കൂട്ടരുണ്ട്, അവരവിടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, അവർക്കറിയാം ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നല്ല ശമ്പളമാണ്, നല്ല ഒത്തിരി സേവിങ്സ് ഉണ്ട്, നല്ല ലൈഫ് സ്റ്റൈലാണ്, ഇതെല്ലാം അവർക്കറിയാം. ഇവർ അന്നേരം തന്നെ റെസ്പോണ്ട് ചെയ്യും, കാര്യം അവർക്ക് ഓൾറെഡി അറിയാം. മൂന്നാമതൊരു കൂട്ടരുണ്ട്, അവർ മീഡിയ ഡ്രിവൻ അല്ല. അവർ ഇങ്ങനെയുള്ള ന്യൂസൊന്നും അവരെ എഫക്റ്റ് ചെയ്യത്തില്ല. അതിലൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. പുള്ളി പറയുന്നു, മനു, ഇവിടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ആൾക്കാർ മരിക്കുന്നു, അത്രയൊന്നും അവിടെ ഈ എന്താ പറയുക ഈവിലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത്രയും പേര് അവിടെ മരിക്കുന്നില്ല. അതിനേക്കാളും കൂടുതൽ ഇവിടെ നമ്മളൊന്ന് റോഡ് ക്രോസ് ചെയ്താൽ മതി, ചിലപ്പോൾ നമ്മൾ മരിച്ചു പോകും. അതൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല.
വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവർ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ടോട്ടലി ഒരു ലൈ ആയിട്ടുള്ള കാര്യം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ അത് എടുക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റിയാക്ഷൻസ് വരും. ടോട്ടലി നമുക്ക് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു പാറ്റേണിലേക്ക് തന്നെ നമ്മളെ കൊണ്ടുപോകാൻ അതിന് പറ്റും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ മൈൻഡിന് ഇങ്ങനൊരു എന്താ പറയുന്ന ഒരു കഴിവുണ്ട്. കാര്യം നമ്മൾ പലപ്പോഴും നമ്മൾ അൺകോൺഷ്യസ് ആയിട്ടാണ് നടക്കുന്നത്. നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ അവെയർ അല്ല. നമ്മൾ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നു, ആദ്യമേ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളിതെല്ലാം ശ്രദ്ധിച്ച് സ്റ്റിയറിങ്, ബ്രേക്ക് ഇതെല്ലാം ശ്രദ്ധിച്ചേക്കും. പിന്നെ പഠിച്ചു കഴിയുമ്പോൾ നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ചിലപ്പോൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്നും ഓടിക്കുന്ന ആ റൂട്ടിൽ ചിലപ്പോൾ ചില സിഗ്നൽസ് ഇന്ന് രാവിലെ നിങ്ങൾ ചിലപ്പോൾ പാസ് ചെയ്ത സിഗ്നൽ അത് റെഡ് ആയിരുന്നോ ഗ്രീൻ ആയിരുന്നോ എന്നുള്ളത് നിങ്ങൾ 2 മിനിറ്റ് കഴിഞ്ഞ് ഓർക്കത്ത് പോലും ഇല്ല. നിങ്ങൾ അതിലൂടെ പോയതാണ്. റെഡ് ആയിരുന്നെങ്കിൽ നിങ്ങളവിടെ നിന്നിട്ടുണ്ട്, ഗ്രീൻ ആയിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ടുണ്ട്, പക്ഷെ നിങ്ങളത് ഓർക്കുന്നില്ല. റെഡ് ആയിരുന്നോ ഗ്രീൻ ആയിരുന്നോ നിങ്ങളവിടെ പാസ് ചെയ്യുമായിരുന്നോ നിൽക്കുമായിരുന്നോ എന്നുള്ളത് പോലും നിങ്ങൾ മറന്നുപോയി കാണും. അത് നമ്മൾ അങ്ങനെയാണ്. നമ്മൾ കഴിയുന്നതും നമ്മൾ അൺകോൺഷ്യസ് ലെവൽ, നമ്മൾ കോൺഷ്യസ്ലി വളരെ നമ്മൾ തോട്ട് അപ്ലൈ ചെയ്തല്ല നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതിനുള്ള ഒരു നെഗറ്റീവ് ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് നമ്മൾ ഇമോഷണലൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ വളരെ ഒരു നെഗറ്റീവ് പാറ്റേണിലേക്ക് പോകും. നമ്മളെ തന്നെ നശിപ്പിക്കും, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കും, നമുക്ക് ദേഷ്യം ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ വളരെ നെഗറ്റീവായിട്ടുള്ള ആക്ഷൻസിലേക്ക് നമ്മുടെ വാക്കുകൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ അന്നേരത്തെ നമ്മളെ പിന്നെ ഇമോഷൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ അങ്ങ് പോയി. പക്ഷെ അതേപോലെ തന്നെ മറ്റുള്ളവർ പോസിറ്റീവായിട്ടൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ഏറ്റവും വിഷമമുള്ള സംഭവങ്ങളിലാണെങ്കിൽ പോലും ഒരാൾ പോസിറ്റീവായിട്ടൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ചിയർഫുൾ ആകത്തില്ലേ. അപ്പോൾ അങ്ങനെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെ? നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എപ്പോഴും കാതോർക്കുകയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ആ വില കൊടുത്ത് വേണം നമ്മൾ ഡീൽ ചെയ്യാൻ. അല്ലെങ്കിൽ അതിന് നമ്മളെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാം. നമുക്കത് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ കേൾക്കാനും കാണാനും ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.